ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം, കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കൃതജ്ഞതയും ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. പ്രാർത്ഥന ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടെ കൂപ്പിപ്പിടിച്ച കരങ്ങളോടെ നമ്മുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വരുന്ന ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥൻ യേശുവേ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പു. ആത്മനാഥൻ യേശുവേ, ആരാധന ആരാധന ആയിരം ആരാധന ആരാധന. ചേർന്ന് പാടാമോ? ആരാധന ആത്മാവിലാരാധന ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിൽ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ കാണാൻ ഭാഗ്യം ലഭിച്ച, വലിയ അനുഗ്രഹം ലഭിച്ചവരാണ് നമ്മൾ. കണ്ണുകൾ തുറന്ന് ഈശോയെ മാത്രം നോക്കുക. കരങ്ങൾ മടിയിൽ യാചന രൂപത്തിൽ തുറന്നു വയ്ക്കുക. സ്വർഗത്തിൽ മാലാഖമാർ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് ദൈവത്തിൻ്റെ തിരുമുഖം. മാലാഖമാർക്ക്, പരിശുദ്ധന്മാർക്ക് മാത്രം സാധ്യമായ വലിയ സ്നേഹം, അവർണ്ണനീയമായ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത വലിയൊരു കാഴ്ചയാണ് ആരാധനയോടെ നമുക്കും കാണാൻ പറ്റുന്നത്. നമ്മുടെ മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങൾ, ദുഃഖങ്ങൾ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആനന്ദങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് കൊടുക്കുക. വിശുദ്ധ കുർബാനയായി ഈശോ നമ്മുടെ മുൻപിൽ അധികാരത്തോടെ, ഒപ്പം തന്നെ വലിയൊരു സ്നേഹത്തോടെ നിൽക്കുകയാണ്. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട. എന്തെങ്കിലും തരത്തിൽ ശ്രദ്ധ തെറ്റിയാൽ ആ ശ്രദ്ധ തെറ്റുന്ന വിഷയം പോലും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. കുടുംബത്തെ ഓർത്തോ, വീട്ടിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെ ഓർത്തോ, ജോലി, പഠനം, ശുശ്രൂഷ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളുടെയും ചില ഭാരങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ, ആരാധനയുടെ സമയത്ത് പോലും ശ്രദ്ധ തെറ്റിച്ചേക്കാം. ആ കാര്യങ്ങൾ പോലും ഈശോയ്ക്ക് കൊടുത്തേക്ക്. ഞാൻ ആകുലപ്പെടുന്ന എൻ്റെ കാര്യങ്ങൾ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന, ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങൾ ഈശോയെ ഒരു പ്രാർത്ഥനയായി നിൻ്റെ കയ്യിലേക്ക് തരികയാണ്. അവിടുത്തെ തിരുമുഖത്തേക്ക് മാത്രം നോക്കുക. ഈശോയുടെ സ്നേഹത്തെ നമുക്ക് നന്നായിട്ട് അറിയാം. ഓരോ ദിവസവും അത് പുതിയതാണ്. ഓരോ ദിവസവും അസ്തമിക്കാത്തൊരു സ്നേഹമാണ്. ഈശോയുടെ തിരുസന്നിധിയിലിരുന്ന് ആ സ്നേഹത്തെ ഒന്ന് ആസ്വദിച്ചറിയാൻ പരിശ്രമിക്കുക. നമ്മുടെ തിരക്കുകളെല്ലാം മാറ്റി, ജോലിഭാരം, പഠനം, നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം അല്പസമയം ഒന്ന് മാറി നിന്ന് ഈശോയുടെ മുമ്പിൽ നമ്മൾ ഇരിക്കുകയാണ്. എല്ലാം കാണുന്ന, എല്ലാം തരുന്ന, എപ്പോഴും കൂടെ നിൽക്കുന്ന സ്നേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈശോ നമ്മളെയും കണ്ടുകൊണ്ടിരിക്കുന്നു. വേറെ ഒന്നും ശ്രദ്ധിക്കാതെ
ആ സ്നേഹത്തെ മാത്രം കാണുക. ഈ ദിവസത്തിൻ്റെ എല്ലാ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള ഉത്തരവാദിത്വങ്ങളെല്ലാം കർത്താവിന് കൊടുക്കുക. വരുന്നൊരാഴ്ച കാലം, വരുന്നൊരു മാസമൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, പൂർത്തിയാക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ. ഈശോയെ, ചിലതെല്ലാം പൂർത്തിയാക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ, അതിനുള്ളൊരു ശക്തി എനിക്ക് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം. എല്ലാം ഈശോയ്ക്ക് കൊടുത്തേ. ചില രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം, ചില ബുദ്ധിമുട്ടുകൾ നിങ്ങളെങ്ങനെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകാം. എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. എല്ലാം അറിയുന്നവൻ, എല്ലാം കാണുന്നവൻ ഇപ്പോഴും നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശയ്യാ പ്രവാചകരുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, ഈ മലകളൊക്കെ മാറിപ്പോകുന്ന, കുന്നുകളൊക്കെ നികത്തപ്പെടുന്ന ഒരു സ്ഥിതി വന്നാലും എനിക്ക് നിന്നോടുള്ള സ്നേഹം തീരാൻ പോകുന്നില്ല. ആ വചനത്തിൻ്റെ സൗന്ദര്യം മുഴുവൻ, കൃപ മുഴുവൻ ഹൃദയത്തിലേക്കൊന്ന് സ്വീകരിച്ചേ. ഇപ്പോൾ ഒരു ജോലി ഇല്ലാത്തൊരവസ്ഥയിലാണെങ്കിലും, ഇപ്പം തീരെ സ്വസ്ഥതയില്ലാത്തൊരു ഭവനത്തിലാണ്, സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും, ഒരുപക്ഷെ തീരെ ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും കിട്ടാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുകയാണേലും, മലകൾ നീങ്ങിപ്പോയാലും കുന്നുകൾ നീക്കപ്പെട്ടാലും നിന്നോടുള്ള എൻ്റെ സ്നേഹം അചഞ്ചലമാണെന്ന് പറഞ്ഞ ഈശോയുടെ വചനം, സ്നേഹം ഇപ്പോൾ നിന്നെ ശക്തിപ്പെടുത്തണം. ഓരോ ദിവസവും അത് പുതിയതാണ്, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അസ്തമിക്കുന്നില്ല. നിന്നെയും നിൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാ ദിവസവും ഈശോ സ്നേഹിക്കും. നമ്മുടെ നന്മകളുടെ കണക്ക് സൂക്ഷിച്ചിട്ടല്ല, വീണുപോയ കുഴികളുടെ കണക്കെടുത്തിട്ടല്ല, ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഹി ലവ്സ് യു ആസ് യു ആർ. നീ എങ്ങനെയാണോ അങ്ങനെ ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ വീണത് ഈശോയ്ക്ക് അറിയാം, സങ്കടപ്പെട്ടത് ഈശോയ്ക്ക് അറിയാം, ഒറ്റപ്പെട്ടു പോയത് ഈശോയ്ക്ക് അറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 13:1, അവൻ തനിക്കുള്ളവരെ എല്ലാം സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്വന്തം ജീവൻ പോലും ബലിയായി തന്ന് ഈശോ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഒന്നും നിന്നെ സങ്കടപ്പെടുത്തണ്ട, ഒന്നും നിന്നെ അസ്വസ്ഥപ്പെടുത്തണ്ട. ഈശോയുടെ പ്രിയപ്പെട്ട ആവിലായിലെ അമ്മ ത്രേസ്യ പറഞ്ഞതുപോലെ, ലെറ്റ് നത്തിങ് ഡിസ്റ്റർബ് യു. ഒന്നും നിന്നെ ബുദ്ധിമുട്ടിക്കാതിരിക്കട്ടെ, ഒന്നും നിന്നെ അസ്വസ്ഥപ്പെടുത്താതിരിക്കട്ടെ. എല്ലാം മാറും. ഈശോ മാത്രം നിലനിൽക്കും. ഈശോയെ മാത്രം നോക്കുക. എന്നേക്കും നിലനിൽക്കുന്നത് ഈശോയാണ്. ഒരിക്കലും മാറാത്തത് ഈശോയുടെ സ്നേഹം മാത്രമാണ്. മറ്റെല്ലാം പോകും, മറ്റെല്ലാവരും മാറും. ഈശോ പോകത്തില്ല, ഈശോ മാറി നിൽക്കത്തില്ല, കൈവിടത്തില്ല. നിന്നെ വീണ്ടും വീണ്ടും ഈശോ സ്നേഹിക്കും. ആ സ്നേഹം എനിക്ക് പൂർണ്ണമായിട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആ സ്നേഹത്തിൽ നിന്നെ അകറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുക. ആ സ്നേഹത്തിൽ നിന്നെ അകറ്റിക്കളയുന്ന എൻ്റെ സങ്കടങ്ങളെയോ വേദനകളെയോ എല്ലാം ഈശോയെ മാറ്റിത്തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. പൗലോസ്ലീഹയുടെ വാക്കുകളിൽ കഴിഞ്ഞ കാലത്തിനോ വരും കാലത്തിനോ ആഴത്തിനോ ഉയരത്തിനോ ശക്തികൾക്കോ ദൂതന്മാർക്കോ ഈശോയിലൂടെ വെളിപ്പെട്ട ആ സ്നേഹത്തിൽ നിന്നെ അകറ്റാൻ പറ്റില്ല. കാരാഗൃഹത്തിനോ വാളിനോ ദുഃഖത്തിനോ ദുരിതത്തിനോ പീഡനത്തിനോ നമ്മൾ അനുഭവിക്കുന്ന ഓരോ ദിവസത്തെ സങ്കടങ്ങൾക്കോ പരാജയങ്ങൾക്കോ ഇല്ലായ്മകൾക്കോ കടങ്ങൾക്കോ ദുരിതത്തിനോ ഒന്നിനും ഈശോയിൽ നിന്നുള്ള ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ പറ്റില്ല. ഞാൻ എൻ്റെ ഈശോയുടേതാണ്, ഈശോ എൻ്റേതും. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. ആ സ്നേഹം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുക. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന. ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ഈ സമയം കൊടുക്കാം. നമ്മളോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവരെ ഈ സമയം ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. കരങ്ങൾ ഒരിക്കൽ കൂടി മടിയിൽ തുറന്നു വയ്ക്കാം. തുറന്നു പിടിച്ച കൈകളിൽ
നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഏറെ പ്രത്യേകമായിട്ട് ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന, പഠിക്കുന്ന, നമുക്കറിയാവുന്ന നമ്മുടെ അയൽപ്പക്കങ്ങളുള്ള അക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഈ ആരാധനയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഒരുപാട് മക്കൾ ഈശോയുടെ സ്നേഹത്തെ അറിഞ്ഞവരുണ്ട്, അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ഇതിനെക്കുറിച്ച് തീർത്തും ബോധ്യം കിട്ടാത്തവരുണ്ട്. അവരെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ കൂടെയുള്ള എല്ലാ അക്രൈസ്തവരായ സഹോദരങ്ങൾ ഈശോയുടെ വലിയ സ്നേഹത്തിലേക്ക് അവരെ ഈ സമയം ഒന്ന് പ്രതിഷ്ഠിക്കുക. അവരുടെ കുടുംബം, അവരുടെ ജോലി, അവരുടെ പ്രിയപ്പെട്ടവർ, നമുക്കറിയാവുന്ന എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്നവർ. ഒരു പക്ഷേ വളരെ നിഷ്കളങ്കമായിട്ട് അവരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ, ആരാധിക്കാൻ പോകുമ്പോൾ ഞങ്ങളെയും കൂടി ഒന്ന് ഓർക്കണമെന്ന് നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ അക്രൈസ്തവരായ സഹോദരങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ചിലപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കുക. ഈശോയുടെ മക്കളാണ്. അവൻ ബലിയായി തീർന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. സകല ജനതകൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈശോയുടെ ജനനം. സകല ജനങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ കുരിശിൽ ബലിയായത്. സകലർക്കും സ്നേഹമായിട്ടാണ് ഇന്നും ഈശോ വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുന്നത്. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന, ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ അയൽപ്പക്കരായ എല്ലാ അക്രൈസ്തവ സഹോദരങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ. വലതുകരം ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആ പ്രിയപ്പെട്ട എല്ലാ സഹോദരങ്ങളെയും കൂട്ടുകാരെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഈശോയെ ആരാധന, 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 ഈശോയെ ആരാധന. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് കൊടുക്കാം. മാതാപിതാക്കളെ, ജീവിത പങ്കാളി, മക്കള്, നമ്മുടെ സൗഹൃദങ്ങൾ, ബന്ധുക്കളെ, നമ്മുടെ പ്രാർത്ഥന ഈ ദിവസം പ്രത്യേകമായിട്ട് ആവശ്യമായിരിക്കുന്നവർ, ദൂരെ ആയിരിക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ കുടുംബം ഈ ഒരു ദിവസം, ഈ ഒരാഴ്ചക്കാലം, വരുന്നൊരു മാസക്കാലം നിങ്ങൾ ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട ഒരു വലിയ കാര്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. കുടുംബത്തിൽ നടക്കേണ്ട ഒരു വലിയ കാര്യം, കുടുംബം ഒരുമിച്ചെടുക്കേണ്ട ഒരു വലിയ തീരുമാനം, കുടുംബാംഗങ്ങൾ ഒരാളെ പ്രത്യേകമായിട്ട് ബാധിക്കുന്ന ഒരു വലിയ തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതുണ്ടാകും. ഈശോയ്ക്ക് അത് കൊടുക്കുക. നിങ്ങളുടെ വീട്, നിങ്ങളുടെ സ്ഥലം എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഒരുപാട് ആവശ്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭവനത്തിലുണ്ടാകാം. നമ്മുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ താമസ ഇടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മുടെ കൃഷിയിടങ്ങൾ, നമ്മുടെ സ്ഥലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില നിയോഗങ്ങൾ ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകും. അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. കൃഷി മേഖലയെ, ബിസിനസ് മേഖല, നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ, നിങ്ങൾ കൊടുത്തു തീർക്കേണ്ട നിങ്ങളുടെ പണം, നിങ്ങൾക്ക് കിട്ടാനുള്ളത്, സ്ഥലം വിൽപ്പന, വാങ്ങുന്നത്, ഭവന നിർമ്മാണം, പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ, ഒരു പക്ഷേ ഭയത്തോടെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു ജപ്തി ഭീഷണി, എല്ലാം ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. ഓരോ ദിവസവും കടന്നു പോകുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെയാണെന്ന് ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം. പ്രാർത്ഥനയായിട്ട് ഇപ്പോൾ അത് കൊടുക്കുക. കർത്താവെ, ഈ പ്രതിസന്ധി അതിജീവിക്കാൻ നിങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ അങ്ങ് ബലപ്പെടുത്തണമേ. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതുകൊണ്ട് ചിലപ്പോൾ ഇനി പ്രാർത്ഥിക്കേണ്ടെന്ന് തോന്നിപ്പോയ ഒരവസ്ഥ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടാകാം. നിരാശ വന്നിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ സമയം നിങ്ങളുടെ കുടുംബത്തെ ഒരിക്കൽ കൂടി ഈശോയ്ക്ക് കൊടുക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ നിരാശയുടെ ഒരു അസ്വസ്ഥത വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും കൊടുത്തേ. പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞുമക്കളെ, ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, വിദ്യാർത്ഥിനികളെ ഈശോ കൊടുക്കുക. നിങ്ങളുടെ ഭവനത്തിലുള്ള നവദമ്പതികളെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദമ്പതികളെ ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. പുതിയൊരു രാജ്യത്തേക്ക്, പുതിയൊരു സ്ഥലത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി പോകുന്നവർ, 2 സ്ഥലങ്ങളിലായിരുന്നു ജോലി ചെയ്യുന്ന ദമ്പതികൾ, 2 രാജ്യങ്ങളിൽ 2 ഇടങ്ങളിലൊക്കെ താമസിക്കേണ്ടി വന്നിട്ടുള്ള ദമ്പതികൾ എല്ലാം ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോയുടെ കരങ്ങളേക്ക് നമുക്ക് കൊടുക്കുക. നമ്മുടെ ഭവനത്തിലെ എല്ലാ യുവജനങ്ങളെ ഈശോ കൊടുക്കുക. പ്രത്യേകിച്ച് പഠനത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത യുവജനങ്ങൾ, ജോലി നഷ്ടപ്പെട്ടു പോയവർ, ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടത്ര സാലറി ഇല്ലാത്തവർ,
നല്ല തീരുമാനങ്ങളെടുത്ത് മുമ്പോട്ട് പോകാൻ പറ്റണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു പുതിയ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഒരു ഉദ്യമം മനസ്സിലുണ്ട്, അതൊന്ന് ഫലം ചൂടണം, അതിനുള്ള ഒത്തിരി പദ്ധതികൾ മനസ്സിലുണ്ട്. എല്ലാം ഈശോയുടെ കരങ്ങളെ കൊടുക്കുക. ഒറ്റയ്ക്ക് എടുക്കേണ്ട ചില തീരുമാനങ്ങളുണ്ട്, കൂട്ടായ്മയിൽ എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. അതെല്ലാം എടുക്കാൻ ധൈര്യത്തോടെ മുമ്പോട്ട് പോകാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ജോലിയില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജന്മനാവുള്ള ചില കുറവുകൾ, ബുദ്ധിമുട്ടുകൾ, ഭൗതികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടൊക്കെ ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കുഞ്ഞു മക്കൾ ഈശോയുടെ കരങ്ങളിൽ കൊടുക്കുക. വിവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ആ ഒരു ഗർഭാവസ്ഥയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ ഈ ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം, കഴിഞ്ഞൊരു മാസക്കാലം പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതി അറിയിച്ചവർ, വിളിച്ചു പറഞ്ഞവർ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചവർ, അവിടെ എല്ലാ നിയോഗങ്ങൾ അങ്ങേക്ക് തരികയാണ്. ഇനി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിച്ച നിയോഗങ്ങൾ, ഞങ്ങളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങ് ഒരിക്കൽ കൂടി ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ, സങ്കടങ്ങളെ, വേദനകളെ ഈശോയെ അങ്ങ് ഏറ്റെടുക്കണമേ. വിശുദ്ധ ബലിയോടുള്ള ഞങ്ങളുടെ സ്നേഹത്തെ കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണമേ. ആരാധനയ്ക്കിരിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, വചനം വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നല്ലൊരു ആത്മീയ ജീവിതം വീണ്ടും പണിതുയർത്തിയെടുക്കാനുള്ള കൃപ നൽകണമേ. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിച്ച് നമ്മളീ പറഞ്ഞ എല്ലാ നിയോഗങ്ങളും, നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനകളും, നമ്മളോട് പ്രാർത്ഥന ചോദിച്ചുള്ള എല്ലാവരെയും ഈശോയുടെ കരങ്ങളെ കൊടുത്ത് ഒരിക്കൽ കൂടി ചേർന്ന് ശക്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, ആരാധന. ത്യാഗത്തോടെ നമുക്ക് എല്ലാവർക്കും മുട്ടിന്മേലായിരിക്കാം. സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മേലായിരിക്കുക. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. ഈ ദിവസത്തെ നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾ, ഈ വരുന്ന ദിവസങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉള്ളൊരു കൃപ ഈ ആശീർവാദത്തിലൂടെ നമുക്ക് സ്വീകരിക്കാൻ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ ശരീരം, അവിടുത്തെ വിലയേറിയ തിരുരക്തം, പാപങ്ങളെല്ലാം പുറത്ത് ഓരോ ദിവസവും നമ്മളെ പുതുതായി സ്നേഹിക്കുന്ന വിശുദ്ധ കുർബാനയിലൂടെ നമ്മളേക്ക് ഒഴുകിയിറങ്ങുന്ന അനുഗ്രഹവും സ്നേഹവും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ വ്യക്തിജീവിതത്തിലേക്കൊക്കെ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കർത്താവിൻ്റെ സ്നേഹം, ഒരിക്കലും അസ്തമിക്കാത്ത സ്നേഹം, അചഞ്ചലമായ സ്നേഹം, അവസാനം വരെ നിലനിൽക്കുന്ന സ്നേഹം ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ച് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന.